യുവാക്കളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? ദിശാബോധമില്ലാത്ത ഒഴുക്കാണ് അവരുടേത്. അങ്ങനെ ദിശാബോധമില്ലാത്തതിന്റെ കാരണം നമ്മുടെ കൺമുന്നിൽ തന്നെ ഭാരതീയ സംസ്കൃതിക്ക് അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അതിലും വലിയ വെല്ലുവിളി എന്നത് സാമൂഹികമായ കുടുംബജീവിതം ഇല്ലാതാവുന്നു എന്നതാണ്. ധാരാളം മഹാപുരുഷന്മാർ ഇവിടെ അവതരിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല ഭാരതത്തിൽ സംസ്കൃതിയും ധർമ്മവും സുരക്ഷിതമായിരുന്നത്. ഭാരതത്തിലെ ഏകദേശം 70% ഗ്രാമീണ മേഖലയിൽ ഞാൻ കടന്നു ചെന്നിട്ടുണ്ട്. വനമേഖലകളിൽ, ആദിവാസി ഊരുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എല്ലാ കുടുംബങ്ങളിലും നിങ്ങൾക്കൊരു വലിയച്ഛൻ, വലിയമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ, അമ്മാവൻ, അമ്മായി, അങ്ങനെ മാനവിക മൂല്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തി ജീവിച്ചിരുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. സംസ്കാരം എന്നത് വെറും പുസ്തക കാഴ്ചകളല്ലെന്നും ജീവിതത്തിൽ പകർത്താനുള്ളതാണെന്നും തലമുറകൾക്ക് കാണിച്ചു കൊടുത്തിരുന്നു. പക്ഷേ കുടുംബങ്ങൾ വിഘടിച്ച് ചെറുതാവാനും സംസ്കാരം എന്നത് വെറും ചരിത്രമാവാനും തുടങ്ങി. ജീവിതത്തിൽ ആർക്കും ഒന്നും പകർന്നു കിട്ടാതെയായി. ഇത് പുതിയ തലമുറയുണ്ടാക്കിയ പ്രതിസന്ധിയല്ല. അവരർഹിക്കുന്ന നിലയിൽ അവരെ വഴികാട്ടുന്നില്ല, പോഷിപ്പിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. ഈ ദിശയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഗായത്രി പരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.